ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു ചില്ലി പൊട്ടറ്റോ ഡ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ചില്ലി പൊട്ടറ്റോൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പൈസി ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ഒരു മധുരം ഉണ്ടാവും, അതുപോലെ തന്നെ പുളി ഉണ്ടാവും. എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു അടിപൊളി ടേസ്റ്റാണ് ഈ ചില്ലി പൊട്ടറ്റോയ്ക്കുള്ളത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചില്ലി പൊട്ടറ്റോ ഡ്രൈ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കാനായിട്ട് ഒരു 3 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ തോലെല്ലാം കളഞ്ഞ് ഇതുപോലെ നീളത്തിലുള്ള പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് തിന്നാവേണ്ട, ഒരു മീഡിയം വലുപ്പത്തിൽ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനകത്തുള്ള എക്സ്ട്രാ സ്റ്റാർച്ച് എല്ലാം തന്നെ പോകാനായിട്ടാണ് നമ്മൾ ഈ 10 മിനിറ്റ് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ എല്ലാം തന്നെ നന്നായിട്ടൊന്ന് വാർത്തെടുക്കാം. ഇതുപോലെ ഒരു അരിപ്പ വെച്ച് വാർക്കുകയാണെങ്കിൽ അതിലൊട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാണ്ട് നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് മറ്റൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ മൈദ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതുപോലെ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ മൈദ ഇടുന്നില്ല, കോൺഫ്ലോർ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് എക്സ്ട്രാ കളറിൻ്റെ ഒന്നും ആവശ്യം വരില്ല, അതിന് ഓൾറെഡി നല്ല കളറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ചില്ലി പൗഡർ തന്നെ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ ഇതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഇടുമ്പം, അതുകൊണ്ടാണ് നന്നായിട്ട് തന്നെ വാർത്ത് വയ്ക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാ പൊട്ടറ്റോസിൻ്റെ പീസസും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി കൈ വെച്ച് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പൊട്ടറ്റോയിൽ എരിവ് ഒട്ടും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത് ഒഴിവാക്കാം. എന്നിട്ട് ഉപ്പും കോൺഫ്ലവറും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. പക്ഷേ ഒരു എരിവും കൂടി ഇടുമ്പോഴാണ് അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് 15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോയിലേക്ക് ഈ ഉപ്പും എരിവും എല്ലാം തന്നെ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഇനി എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടറ്റോസിൻ്റെ പീസസ് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പൊട്ടറ്റോൻ്റെ പീസസ് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുകൾ വശം നല്ല ഗോൾഡൻ ബ്രൗൺ ആയി പോവും, പക്ഷേ ഉൾവശം ഒട്ടും തന്നെ വെന്തിട്ടുണ്ടാവില്ല. നമ്മൾ ഈ പൊട്ടറ്റോ ബോയിൽ ചെയ്തിട്ടൊന്നും അല്ല ഉണ്ടാക്കുന്നത്, ഡയറക്റ്റായിട്ട് തന്നെയാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം വെച്ചിരുന്നാൽ മാത്രമാണ് അതിൻ്റെ ഉൾവശവും കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ ഉൾവശം വെന്തിട്ടുണ്ടോയെന്ന് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് ശേഷം മാത്രം നമ്മൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇത് ഉൾവശം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗണും അതുപോലെ തന്നെ വളരെ ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ ട്രിപ്പിൽ ഇട്ടിട്ടുള്ള എല്ലാ പൊട്ടറ്റോസും ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റിയെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കി വന്നിട്ടുള്ള പൊട്ടറ്റോസും കൂടെ ഇതേപോലെ തന്നെ ഇട്ട് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇത് ഈ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കാരണം ഈ പൊട്ടറ്റോയിൽ ആവശ്യത്തിന് ഉപ്പും ഉണ്ട്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള എരിവും ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ പൊട്ടറ്റോസും ഇതുപോലെ മാറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാനായി വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ ഒഴിക്കുമ്പോഴാണ് അതിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റും ഫ്ലേവറും കിട്ടുക. ഇനി അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ഉണക്കമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 ഉണക്കമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും കൂടെ ഇതിനൊപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നമുക്കിതിൽ മുളകിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താം. മുളകിൻ്റെ പച്ചമണമൊന്ന് മാറിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു സവോളയുടെ പാതി ഒരു ക്യൂബ്സായി കട്ട് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മളൊന്നും ഓവർ കുക്കാക്കി എടുക്കരുത്, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇനി ക്യാപ്സിക്കമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതും ഒരു 1/4 ഭാഗമേ ആവശ്യമുള്ളൂ. അതും ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ പെട്ടെന്ന് വഴറ്റിയെടുക്കണം. അല്ലാണ്ട് കുറേ സമയം വെച്ച് പതുക്കെ ഒന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കണം, കാരണം ഓവർ കുക്കായി പോയത് ഒന്നും തന്നെ. അപ്പോൾ ഇതൊന്ന് പച്ചമണം ഒന്ന് മാറേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്ക്. ഇനി നമുക്കിതിലേക്ക് സോസസ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വിനീഗറും കൂടെയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒഴിച്ചിരിക്കുന്ന സോസുകളിലെല്ലാം തന്നെ ഓൾറെഡി ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതിയാവും. അതും കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉപ്പും പുളിയും എരിവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആവാനായിട്ടാണ് നമ്മൾ ഈ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ പൊട്ടറ്റോ മിക്സ് ചെയ്ത് വെച്ച ബൗളിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓൾറെഡി കുറച്ച് കോൺഫ്ലോറിൻ്റെ മിക്സൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി എങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു 1/2 കപ്പ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ച് കൊടുത്താലും മതിയാവും. നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ കോൺഫ്ലോർ ഒഴിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഗ്ലോസി എഫക്റ്റ് ആയിരിക്കും ഇത് കാണാനായിട്ട് തന്നെ, നല്ലൊരു ഷൈനിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് വരുന്നത് വരെ നമ്മളിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു സമയത്ത് ടേസ്റ്റും കൂടെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ കുറച്ച് മധുരത്തിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഗ്രേവി നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമ്മൾ ഡ്രൈ ചില്ലി പൊട്ടറ്റോ ആണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് ഗ്രേവി ഒന്നും തന്നെ ആവശ്യമില്ല. ഇപ്പോൾ ഗ്രേവിയോട് കൂടെ ആണെങ്കിൽ നമുക്ക് ഈ ഗ്രേവി ഇത് അങ്ങനെ തന്നെ വെക്കാം, ഇല്ല കുറച്ചുകൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഡ്രൈ ആയതുകൊണ്ട് നമ്മുടെ ഈ ഗ്രേവി നന്നായി കുറുകി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടറ്റോസും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവി ഈ പൊട്ടറ്റോസിലെല്ലാം കവറായി വരുന്നത് വിധത്തിൽ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് കുത്തി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായി മുറിച്ച സ്പ്രിംഗ് ഓണിയൻ കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചില്ലി പൊട്ടറ്റോ ഡ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ ഒരു ഡിഷ് നല്ല ചൂടോടെ തന്നെ കഴിക്കാനൊരു ടേസ്റ്റ്. കാരണം ഇപ്പോഴാണെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ആയിട്ട് ആ ഒരു ക്രിസ്പ്നെസ് ഒക്കെ അതേപടി തന്നെ ഉണ്ടാവും. പക്ഷേ ചൂടാറി കഴിയുമ്പോൾ ആ ഒരു ക്രിസ്പ്നെസ് നമുക്ക് കിട്ടില്ല. പക്ഷേ ടേസ്റ്റ് ഉണ്ടാവും ചൂടാറി കഴിഞ്ഞാലും. പക്ഷേ ഈ ചൂടോടുകൂടെ തന്നെ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതായത് നമ്മളിതെല്ലാം തന്നെ പ്ലേറ്റിലോട്ട് മാറ്റി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം സ്പ്രിംഗ് ഓണിയൻ കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ചില്ലി പൊട്ടറ്റോ ഡ്രൈ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് വളരെ നല്ല ടേസ്റ്റാണ്. നല്ലൊരു സ്പൈസി, അതുപോലെ തന്നെ നല്ലൊരു ടാങ്കി ടേസ്റ്റ്, അതുപോലെ തന്നെ നല്ലൊരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടമാവും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയണത്. അപ്പോൾ നമ്മൾ ഇതിലിടുന്ന എരിവൊക്കെ തന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേരി ചെയ്തോളൂ. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ ചില്ലി പൊട്ടറ്റോയ്ക്ക് കിട്ടുക. അപ്പോൾ ആ ക്രിസ്പ്നെസ് ഒന്നും തന്നെ പോവില്ല.
നമുക്ക് ചൂടോടെ തന്നെ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. യമ്മി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ റെസിപ്പി ഇനി പിന്നെ വരാം. ബൈ.